यीशु आप मेरे जीवन का बस तू ही सहारा है, मेरी जीवन की कड़ती का बस तू ही किनारा है। यीशु तू मिला, यीशु तू मिला, मेरा जीवन सफल गया, मेरा जीवन सफल गया। यीशु ना मिला, यीशु ना मिला, मेरा जीवन सफल गया, मेरा जीवन सफल गया। यीशु ना मिला, यीशु ना मिला, मेरा जीवन सफल गया, मेरा जीवन सफल गया। ഈ ഗവൺമെന്റിന്റെ ടാക്സ് കെട്ടേണ്ട സമയമാകുമ്പോൾ ഗവൺമെന്റിനെ കളിപ്പിക്കാതെ കൃത്യമായിട്ട് ആ ടാക്സ് അങ്ങ് കെട്ടുവാണെങ്കിൽ വലിയ തലവേദന ഇല്ലാതെ ജീവിക്കാൻ പറ്റും അല്ലേ? പിന്നെ ഇൻഷുറൻസിൻ്റെ പൈസ അടയ്ക്കാൻ സമയത്തിന് കാശ് കയ്യിലില്ല, അങ്ങനെ ഭാരപ്പെടുന്നവരുണ്ട്. അതൊക്കെ ശരിയാണ്. അപ്പം ചില സമയത്ത് ഫീസ് കെട്ടാൻ കാശില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് പിള്ളേർ. ഈ ടാക്സ് എന്ന് പറഞ്ഞാൽ വർഷത്തിലൊരു പ്രാവശ്യമാണ്. ഒരു വർഷം നമുക്ക് ടാക്സ് കെട്ടാൻ ആ സമയം തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കെട്ടിയാൽ ഗവൺമെൻറ് നമുക്ക് ആ ടാക്സ് കെട്ടിയതിൻ്റെ ഷീറ്റ് നമുക്ക് തരും, അക്നോളജ്മെൻറ്റ് തരും. അപ്പോൾ നമുക്ക് ആ താമസിക്കുന്ന നാട്ടിൽ കുഴപ്പമില്ലാതെ ജീവിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഉണ്ടാകുന്ന കോൺസിക്വൻസസ് ഭയങ്കരമാണ്. പിന്നെ ഈ പത്രോസിന് ടാക്സ് കെട്ടാൻ പൈസയില്ലാതെ വന്നു. പത്രോസിന് മാത്രമല്ല, പത്രോസിൻ്റെ കയ്യിലൊന്നുമില്ല, കർത്താവിൻ്റെ കയ്യിലൊന്നുമില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. അപ്പോൾ പത്രോസിനോട് പറഞ്ഞു, നീ ചൂണ്ടെടുത്തിട്ട് പോയിട്ട് മീൻ പിടിച്ചിട്ട് ആദ്യത്തെ കിട്ടുന്ന മീൻ്റെ വായിൽ നമുക്കുള്ള ടാക്സിൻ്റെ കാശുണ്ട്. എന്നിട്ട് പറഞ്ഞു, അത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കാം. ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ എന്നെ വളരെയധികം ചിന്തിപ്പിച്ചൊരു കാര്യം, എനിക്കും നിനക്കും വേണ്ടി. അങ്ങനെ ഒരു വാക്ക് അവിടെ കൊടുത്തു. ഞാൻ വായിച്ച് കേൾപ്പിക്കാം. നിങ്ങൾ ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യമാണ്. എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന്. അപ്പോൾ ഇതൊക്കെ ഇടർച്ച ഉണ്ടാക്കുന്ന കാര്യമാണ്. നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുക്കുക, അതിൻ്റെ വായ തുറക്കുമ്പോൾ ഒരു ചതുരദ്രഹ്മ പണം കാണും, അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കുക. ഈ മീൻ പിടിക്കാൻ പോയ ആള് ആദ്യമായിട്ടല്ല മീൻ പിടിക്കുന്നത്. പുള്ളിക്ക് മീൻ പിടിയുടെ ഡോക്ടറേറ്റ് കാണും ചിലപ്പോൾ. കാരണം ഗലീല കടലിൻ്റെ എല്ലാ സ്ഥലത്തൂടെയും ഒരു പക്ഷേ തൻ്റെ കഴിവിൻ്റെ പരമാവധി മത്സ്യബന്ധനം നടത്തിയിട്ടുള്ള ആളാണ്. അപ്പോൾ തന്നെ ചൂണ്ടൽ ഇട്ടാൽ എങ്ങനെ മീൻ കിട്ടുമെന്ന് നന്നായിട്ട് അറിയാവുന്ന ആളും കൂടെ. അതുകൊണ്ട് അദ്ദേഹത്തോട് ചൂണ്ടലിടാൻ പറഞ്ഞാൽ മതി. എവിടെ ഇടണമെന്ന് എങ്ങനെ ഇടണമെന്നൊന്നും അങ്ങനെ അന്നേരമൊന്നും പറയുന്നില്ല. സ്തോത്രം. എന്തായാലും ഈ മനുഷ്യൻ ചൂണ്ടയായിട്ട് പോവുക. ചൂണ്ടയായിട്ട് ചെന്ന് ആദ്യം കിട്ടുന്ന മീൻ അതിൻ്റെ വായിലാണ് ടാക്സ് ഇരിക്കുന്നത്. നമ്മുടെയൊക്കെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മളോട് ആദ്യം കിട്ടുന്ന മീനിൻ്റെ വായി ടാക്സ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ മീനെ ആ ബക്കറ്റിലോട്ട് വെച്ചിട്ട് ചൂണ്ടയായിട്ട് പിന്നെ ഇരിക്കും അവിടെ. എന്തായാലും നല്ലൊരു ചാളയാണ് അല്ലെങ്കിൽ നല്ലൊരു അയലയാണ് കിട്ടിയത്, എന്നാൽ പിന്നെ വൈകുന്നേരം വരെ ഇവിടെ ഇട്ടുകൊണ്ടിരിക്കുക. ഞാനും നിങ്ങളുമാണെങ്കിൽ ആ ചൂണ്ടയും പിടിച്ച് വൈകുന്നേരമല്ല 5 കൊല്ലമായിട്ട് അവിടെ തന്നെ കാണും. കാരണം നല്ല കൊയ്ത്താ. മീൻ കിട്ടുമെന്ന് പറഞ്ഞല്ലേ വിട്ടേ, അതുകൊണ്ട് പിന്നെ എന്തായാലും ഇരുന്നേക്കാം. പക്ഷെ കിട്ടിയ മീനും കൊണ്ട് ആള് സ്ഥലം വിട്ടു. ടാക്സ് കെട്ടാനുള്ള മീനിന്റെ കാര്യം പറഞ്ഞു വിട്ടതാ. ഇത് മറക്കാതെ നീ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട് പത്രോസേ. എനിക്കും നിനക്കും ഉള്ള ടാക്സ് ആണിത്.
അതുകൊണ്ട് നീ അവിടെ ചുമ്മാ ഇരുന്ന് നേരം കളയരുത്. ആ ടാക്സിൻ്റെ കാശ് കിട്ടിയാൽ അത് അന്നേരം തന്നെ അടച്ചേക്കണം കേട്ടോ. അതെടുത്തോണ്ട് നേരെ ടാക്സ് കെട്ടാൻ തന്ന പൈസയാണ്, അതെടുത്തോണ്ട് തിരിമറി നടത്തരുതെന്നാണ് ഞാൻ ഈ രാവിലെ പറയുന്നത്. അത് പറയാനാണ് വരുന്നത്. രാവിലെ എൻ്റെ ദൈവമക്കളെ, ഞാൻ ഈ ദൈവസേന മുട്ടയിൽ നിന്ന് കർത്താവിനോട് പറയുന്ന സന്ദേശമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എന്നോടും കൂടി ഇത് സംസാരിക്കുന്നത്. കർത്താവ് തന്നതെടുത്ത് തിരിമറി നടത്തരുതെന്ന്. നമ്മുടെ കുറച്ച് ആൾക്കാർക്കൊരു കുഴപ്പമുണ്ട്, ഈ ഭയങ്കര റോളിങ്. സ്വത്രം പത്രോസ് റോൾ ചെയ്തായിരുന്നെങ്കിൽ അടുത്ത ദിവസം തന്നെ അടുത്ത സ്ഥലത്ത് വെച്ച് തന്നെ കർത്താവ് പിടിക്കും. കാരണം നാട്ടുകാർ വരും, അവർ ടാക്സിക്കാർ വരും. പിന്നെ ഇന്നലെ ഞങ്ങൾ ഒരു വാർണിംഗ് ലെറ്റർ തന്നായിരുന്നല്ലോ, ടാക്സി കിട്ടിയില്ലെന്ന് പറഞ്ഞ്. ചിലപ്പോൾ സമയം പോയോണ്ടായിരിക്കും, കയ്യിലുണ്ടെങ്കിൽ തന്നേരും, ഞങ്ങളൊന്ന് കിട്ടിക്കോളാം, ഞങ്ങൾ ഇപ്പം തന്നെ റെസിപ്റ്റ് തരാം. അയ്യോ, അപ്പം കർത്താവ് ചിലപ്പം പത്രോസിൻ്റെ മുഖത്തേക്കൊന്നും അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല കേട്ടോ. നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഞാൻ മുൻകൂട്ടി പറയാം. പത്രോസിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയാൽ പത്രോസ് എന്താ, അത് പിന്നെ ഇന്നലെ ടാക്സ് കെട്ടാനുള്ളതൊക്കെ കിട്ടിയായിരുന്നു. അങ്ങനെ ഞാൻ ടൗണിലോട്ട് വരുമ്പോഴത്തേക്കുണ്ടല്ലോ, അവിടെ ഒരു നല്ല കട്ടിൽ വിൽക്കുന്ന അവിടെ കിടത്തി. അവിടെ കട്ടിൽ വിൽക്കുന്നുണ്ട്, നല്ല തേക്കിൻ്റെ ആണെന്നാണ് പറഞ്ഞു. തേക്കിൻ്റെ ഒന്നുമല്ല, തേക്കിൻ്റെ പടമാണ് വരച്ച് വെച്ചേക്കുന്നത്. ഏതാ, മരത്തേൽ തേക്കിൻ്റെ പടം വരച്ച് വെച്ചേക്കുക. അപ്പോൾ ഈ വിലയ്ക്ക് എവിടെയും കിട്ടിയല്ല. കൂടെ ഉള്ളവൻ പറഞ്ഞ് ടാക്സ് പിന്നെ കേട്ടോ, ഇപ്പം ഇത് നടക്കട്ടെ, വക മാറ്റി ചിലവാക്കി. എന്നിട്ട് ഈ ദൈവമക്കളെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നമ്മുടെ കർത്താവ് നമ്മളെപ്പോലെ അല്ല, അതാദ്യം മനസ്സിലാക്കണം. നിങ്ങൾ എന്നാ കാണിച്ചാലും അത് കൃത്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതാ കർത്താവ്. നമ്മൾക്കെല്ലാം കാണാൻ പറ്റിയല്ലോ. ഇപ്പം നിങ്ങൾ എന്തെല്ലാം വെട്ടിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞാൻ എന്തെല്ലാം വെട്ടിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയത്തില്ല, ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കർത്താവ് ആദ്യവും അവസാനവും കാണുന്നവനാണ് ദൈവം. പത്രോസിനോട് പറയുന്നുണ്ട്, എനിക്കും നിനക്കും വേണ്ടിയുള്ളതാണ്, മറക്കരുത്, കൊടുത്തേക്കണം. സ്തോത്രം. പത്രോസ് കൊടുത്തു അല്ലേ? കൊടുത്തു കാണും. അവിടെ കൊടുത്തതായിട്ട് എഴുതിയിട്ടില്ല, കൊടുത്തിട്ടുണ്ട്. കൊടുക്ക എന്ന് പറഞ്ഞു. കണ്ടോ, അന്നേരം കർത്താവ് പറഞ്ഞത് കൊടുത്തിട്ടുണ്ട്, അത് മാറ്റമൊന്നുമില്ല. ഈ സംഭവം, അതിനകത്തൊരു സന്ദേശം നമുക്ക് തരാൻ വേണ്ടി അതവിടെ എഴുതിയേക്കുന്നത്. എനിക്കും നിനക്കും വേണ്ടി കൊടുക്കാൻ പറഞ്ഞത് അടിച്ചു മാറ്റരുതെന്നാണ് ഈ പറഞ്ഞു വരുന്നത് കേട്ടോ. ആർക്കെങ്കിലും ഒരു കുടുംബത്തിനൊരു സഹായം ഉണ്ടാകാൻ വേണ്ടി ചിലപ്പോൾ നിങ്ങൾ ഒരു 5 ലക്ഷം രൂപ കിട്ടിയാൽ ആ കുടുംബം രക്ഷപ്പെടും, അല്ലെങ്കിൽ ഒരു 10 ലക്ഷം രൂപ കിട്ടിയാൽ കുടുംബം രക്ഷപ്പെടും എന്ന് വിചാരിച്ചായിരിക്കും നിങ്ങൾ ആ പരിപാടി തുടങ്ങിയപ്പോഴത്തേക്ക് ദൈവം ഓരോരുത്തരുടെ മനസ്സിനെ ഉണർത്തിക്കാൻ തുടങ്ങി. ആൾക്കാർ ആ അക്കൗണ്ടിലോട്ട് പൈസ ഇട്ടു. അത് താണ്ട് 50 ലക്ഷമായി. ചേടാ, സത്യത്തിൽ ചെയ്യേണ്ടത് തന്നെ അതങ്ങനെ എടുത്ത് ഒരു 50 പൈസ പോലും കുറയ്ക്കാതെ അത് മൊത്തം അവർക്ക് കൊടുക്കേണ്ടതാണ്. സ്തോത്രം. അങ്ങനെ ചെയ്യേണ്ടത്. അതാണ് ഈ പുസ്തകത്തിൽ കാണുന്നത്. എനിക്ക് കിട്ടിയത് മുഴുവൻ, കിട്ടിയത് എത്രയാ? കൊടുക്കേണ്ട ടാക്സ് കൃത്യമായിട്ട് കൈ കിട്ടി. ഇത് ഇച്ചിരി കൂടുതലുണ്ടല്ലോ എന്നും പറഞ്ഞ് പത്രോസ് തലയും ചൊറിഞ്ഞുകൊണ്ട് നിന്നില്ല. അതങ്ങനെ അങ്ങ് കൊടുത്തു. അല്ലാണ്ട് അതിനകത്ത് നിന്ന് ഇച്ചിരി മാറ്റി വെച്ചിട്ട് നമുക്ക് ഒത്തിരി പ്രൊജക്റ്റുകളുണ്ട്, ഇതുപോലെ 2-3 പേര് വേറെ ഉണ്ട്, അവർക്ക് സഹായിക്കും. നോ. ഇത് ദൈവം ഉണർത്തിച്ചതാ ചിലരിൽ. അതുകൊണ്ടാണ് ഇത്രയും പ്രതീക്ഷിക്കാത്ത എമൗണ്ട് ആ അക്കൗണ്ടിലോട്ട് വന്നത്. സ്തോത്രം. ഇതൊക്കെയാ ദൈവമക്കളെ എനിക്കും നിനക്കും ഉള്ളത് എന്ന ചിന്തയിൽ നാം ചെയ്തില്ലെങ്കിൽ, സ്തോത്രം, വലിയ അപകടം ഉണ്ടാവും. ചൂണ്ടയിടാൻ പോകുന്ന പത്രോസിനും ആ ചൂണ്ടയ്ക്കും മാത്രമേ അറിയത്തുള്ളൂ എത്ര പൈസ കിട്ടിയെന്നുള്ളത്. സ്തോത്രം. ആ പൈസ എടുത്തു, വായിക്കാത്ത പൈസ എടുത്തു, കൊടുത്തു. സ്തോത്രം. നേരെ കൊടുക്കുക. ആരുടെ കയ്യിലാ? ടാക്സിക്കാരൻ്റെ കയ്യിൽ. അല്ലാതെ എന്തായാലും ഈ പ്രാവശ്യം പകുതി പിടിക്കുക, പകുതി ഞാൻ അടുത്ത ആഴ്ച തരാം എന്ന് പറഞ്ഞില്ല. കൃത്യമായിട്ട് കൊടുത്ത് അടച്ച് തീർത്തന്നേ. സ്തോത്രം. എത്ര ഭയങ്കര അല്ലേ ദൈവത്തിൻ്റെ പ്രവൃത്തി, എത്ര ഭയങ്കര.
എൻ്റെ ദൈവമക്കളെ, അതുകൊണ്ട് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നത്, നിങ്ങൾ ദൈവം ഈ രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഈ രാജ്യത്തിന് നിയമങ്ങളുണ്ട്. ആ നിയമത്തിനനുസരിച്ച് വേണം നമ്മളെല്ലാ കാര്യം ചെയ്യാൻ. നമ്മൾ ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഇവിടുത്തെ ഇന്ത്യൻ പൗരന്മാരായി ജീവിക്കുന്നവരാണ്. ഈ രാജ്യത്തോട് നമുക്കൊരു കടപ്പാടുണ്ട്. സ്തോത്രം. കാര്യം, നമ്മളൊരു കാഹളത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിലും കാഹളം ധ്വനിക്കുന്ന സമയം വരെ താമസിക്കാൻ ദൈവം തന്നിരിക്കുന്ന നമ്മുടെ കുടിയിരിപ്പിൻ്റെ സ്ഥലമാണ് നമ്മുടെ രാജ്യം. അപ്പോൾ രാജ്യത്തിന് നിയമമുണ്ട്, ടാക്സുകളുണ്ട്. നിയമത്തിൽ ഓരോ വർഷവും ചിലപ്പോൾ നമുക്ക് സഹിക്കാനാവുന്നതിനപ്പുറത്തായിരിക്കാം. എങ്കിലും ഞാൻ പറയുക, അതിനുള്ള വഴികൾ ദൈവം ഒരുക്കി തരും. അധികാരികളോട് ദൈവം സംസാരിക്കും. ടാക്സുകൾ ചിലപ്പോൾ കുറച്ച് തോന്നേക്കാം, ചിലപ്പോൾ കൂട്ടാം. എന്തായാലും അതിനുള്ള വഴി ദൈവം നമുക്ക് തരുമ്പോൾ അത് അടയ്ക്കണമെന്ന് പറയാനാണ് ഞാൻ ഈ വരുന്നത്. അത് പെൻഡിങ് ആക്കി വെക്കരുത്. സ്തോത്രം. അത് വലിയ അപകടമാണ്. ഇനി അങ്ങനെ പെൻഡിങ് ആക്കിയാലും, നമ്മളിപ്പോൾ ഒരാളോട് പൈസ അയച്ചിട്ട് മേടിച്ചു, ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തെ വിളിക്കുകയും സംസാരിക്കുകയും കാശ് തിരിച്ചു കൊടുക്കണം കേട്ടോ. എത്ര സമയം ആ പണം നിങ്ങളുടെ കയ്യിലിരുന്നാലും അത് അവരുടെ പണമാണ് എന്ന ബോധ്യം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകണം. തിരിച്ചു കൊടുക്കണം. വാങ്ങിയാൽ തിരിച്ചു കൊടുക്കണം. കാലസമയം നീണ്ടു പോയാലും ഇടയ്ക്കിടയ്ക്ക് അവരെ വിളിക്കണം. നിങ്ങളുടെ പൈസ ഞാൻ മേടിച്ചിട്ടുണ്ട്, തരും കേട്ടോ, മറന്നിട്ടില്ല, തരും, തരാതിരിക്കില്ല. ഇടയ്ക്കൊക്കെ അവരോട് പറഞ്ഞു. അല്ലാണ്ട് ഒരക്ഷരം മിണ്ടാതെ, ഒന്ന് വിളിക്കാതെ, പറയാതെ, ഒരു മെസ്സേജ് അയക്കാതെ, ഒരു വോയിസ് ക്ലിപ്പ് ഇടാതെ മുങ്ങി നടക്കരുത്. അവർ ചിന്തിക്കുന്നത് ദൈവമേ കാശ് പോയെന്നാണ് തോന്നുന്നത് എന്നാൽ അവർക്ക് ചിന്ത ഉണ്ടാകരുത് കേട്ടോ. സ്തോത്രം. ഇവിടെ പത്രോസിനും ആ ചൂണ്ടയിട്ട് കിട്ടിയ മീന് എടുത്ത് അതിൻ്റെ വായിൽ നിന്ന് ആ പണമെടുത്ത് ടാക്സിക്കാരന് കൊടുത്തു. എന്നിട്ട് കൊടുത്തപ്പോൾ പറഞ്ഞു വിട്ടപ്പോഴേ പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളെ എടുത്ത് കാണിച്ചു തന്നത്. അതാണ്, എനിക്കും നിനക്കും വേണ്ടി ഉള്ളതാണത്. എനിക്കും നിനക്കും വേണ്ടി, നിനക്ക് മാത്രമായിട്ടുള്ളതല്ല. പത്രോസേ, മീൻ പിടിച്ചത് നീ തന്നെയാ, ചൂണ്ട നിൻ്റെയാണ്, ഇനി മീനും നിൻ്റെ ആക്കിക്കോ, പക്ഷെ അതിനകത്തിരിക്കുന്ന പൈസ എൻ്റെയും കൂടെയാ. സ്വതന്ത്രം. മീൻ പിടിച്ചത് നീയാ, നീ കടലിലോട്ട് നടന്നു പോയത് നീ തന്നെയാ. സ്വതന്ത്രം. ചൂണ്ട നിൻ്റെയാണ്, ഇനിയിപ്പം കയ്യിലിരിക്കുന്ന മീനും നിൻ്റെയാണ്, അത്രയും കൂട്ടിക്കോ, പക്ഷെ അതിനകത്തിരിക്കുന്ന കാശ് അപ്പം നിൻ്റെയും കൂടെയാണ് കേട്ടോ. അതെപ്പോഴും ഓർത്തിരിക്കണം. ദൈവത്തിൻ്റെയും കൂടെയാണ്. കൈസർക്കുള്ളത് കൈസർക്ക്, ദൈവത്തിനുള്ള ദൈവത്തിന്. ആ വാക്കിൻ്റെ അർത്ഥം ഗവൺമെൻറ്റിന് കൊടുക്കാനുള്ളത് ഗവൺമെൻറ് കൊടുക്കണം, ദൈവത്തിന് കൊടുക്കാനുള്ളത് ദൈവത്തിന് കൊടുക്കണം. മറക്കരുത്. എന്നെ കൂടി പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അവിടുത്തെ പുത്രരക്ഷിതമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തിരുസന്നിധിയിലേക്ക് അടുത്ത് വരുന്നു. ടാക്സ് കെട്ടാൻ കഴിയാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇൻഷുറൻസ് അടച്ചിട്ടില്ല കർത്താവേ, പല അടവുകളും മുടങ്ങിയിട്ടുണ്ട്, കൈ ക്യാഷില്ല, ഒരുപാട് പ്രാരാബ്ധങ്ങൾ നടുവിലാണ്, എന്ത് ചെയ്യുമെന്നറിയത്തില്ല, എല്ലാം ചോദ്യചിഹ്നമായി മുമ്പിൽ നിൽക്കുക. കർത്താവെ, അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം അവർക്ക് വേണ്ടി ഏതെങ്കിലും ഒരു വഴി, അങ്ങേക്ക് 1000 വഴികളുണ്ട്. സമുദ്രത്തിനടിയിൽ, മരുഭൂമിയിൽ, ആകാശത്ത് അങ്ങേക്ക് വഴികളുണ്ട്. അവർക്ക് വേണ്ടി ദൈവം ഒരു അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കും. ഞാനിവരെ ഹൃദയം തുറന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കണമേ, അത്ഭുതങ്ങൾ ചെയ്താട്ടെ. സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട നന്ദി. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രിയരെ, ടാക്സ് കെട്ടാൻ ദൈവം കാശ് കൊണ്ടുതരും കേട്ടോ. അന്നേരം അത് പിന്നെയും റോള് ചെയ്യരുത്. കൃത്യമായിട്ട് അടച്ചു തീർത്ത്, ആമേൻ, റെസിപ്റ്റ് വാങ്ങി സമാധാനത്തോടെ പാർക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.